ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പപ്പയുടെ അമ്മച്ചിയും കൂടെ ആയിരുന്നു. അപ്പൊ അവിടെ 23-ാം തീയതി ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിച്ച് അവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് ചാലക്കുടിയായി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ പപ്പ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്റെ പപ്പന് ഭയങ്കര ഒരു വലിയ ഹരമാണ്. അപ്പൊ അവിടെ അലങ്കരിച്ച് വെച്ചേക്കണം. നിങ്ങൾ നോക്കി നമ്മുടെ വീടൊക്കെ, അതാണ് എന്റെ തറവാട്. എന്റെ വീട് അവിടെ അലങ്കരിച്ച് പപ്പ അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സീരിയസ് സെറ്റും പുൽക്കൂടും കാര്യങ്ങളൊക്കെ രാത്രിയൊക്കെ ഇന്ന് ഞങ്ങൾ സെറ്റ് ചെയ്ത് അവിടുത്തെ പരിപാടിയും കഴിഞ്ഞതേ ക്രിസ്മസ് ഇന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. അപ്പൊ അതേ ഇവിടെയും വെറുതെ ഇവിടെയും നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതെ, ഇവിടെ ചെയ്യാൻ ഞങ്ങള് വന്നതിന് ശേഷമാണ് പുൽക്കൂട് അല്ലെ പുൽക്കൂട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുൽക്കൂട്. തേനയും കടുകൊക്കെ ഇട്ട് അവിടെ ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന മരങ്ങളും എല്ലാത്തിലും നമ്മുടെ സീരിയസ് ഇട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും കേട്ടാ. അപ്പൊ അതങ്ങനെ നമ്മളിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അടുക്കളയിൽ തന്നെയായിരുന്നു അല്ലെ, പണിയോട് പണിയാണ്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. ഇത്രയും കറിയാവുക ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് ഇത്രയും കഴിവുണ്ടോന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. അതെ, ഒരുപാട് കറികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾ കാണിക്കാം. അതുപോലെ നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പം ഗസ്റ്റിന് വന്ന ശേഷമാണ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത് കേട്ടോ. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളിപ്പോൾ എന്തായാലും കഴിക്കും. വിളിച്ചിട്ട് വിളിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നു. കാരണം ഇച്ചിരി ലേറ്റ് ആയി പോയില്ല, എനിക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. നമുക്കൊന്ന് വിളിച്ചു നോക്കി കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പൊ വേറെ പണിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ. ഇതിന്റെ ഇടയ്ക്ക് റോണോന അത് കാരണം നമ്മൾ അഴിച്ചു വിട്ടിട്ടില്ല. റോണോന് ഈ ബോളൊക്കെ ഭയങ്കര ഇഷ്ടം. എടുത്തോണ്ട് പോകാൻ നൈസായിട്ട് അതെടുത്തിട്ട് ഇതിനകത്ത് പാടാൻ ചവിട്ടിയ പാട് കാൽപാദം ഇട്ട്. ഞങ്ങക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രത്യേക തരം ഒരു വികാരമാണ്. നമുക്കിങ്ങനെ ഒരുക്കിയില്ലെങ്കിൽ ഞങ്ങളുടെ മാലാകയൊക്കെ ഇരിക്കുന്ന പൊക്കത്താണ് കാര്യം. ഞങ്ങൾ ഈ പ്രാവശ്യം പൊക്കത്താണ് ആളെ ഇരുത്തിയേക്കുന്നത്. അങ്ങനെ ഉണ്ണീഷോ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമുക്ക് ഇനി ഇത് കണ്ടത് അവരെത്തിയിട്ടില്ല കേട്ടോ. ഇത്രയും കറികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറികൾ ഏതൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണിക്കാം. ഇവിടെ അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ എന്തായാലും നമ്മൾ കാണിക്കാം. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് കഴിച്ചത്. അതൊക്കെ ആയിക്കൊണ്ടിരിക്കണം. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഇപ്പൊ ചിക്കൻ കറിക്കുള്ളത് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ കറിയും കൂടി വെക്കാനുള്ള അതോടെ ബാക്കിയെല്ലാം തീർന്നു. കാരണം ചിക്കൻ ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് വൈകിയതുകൊണ്ട് ഞങ്ങൾക്ക് ചിക്കൻ കിട്ടിയില്ല, കടകളെല്ലാം കൂട്ടിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെയാണ് വാങ്ങിയത് അല്ലേ. അതെ, അപ്പൊ ഇനിയിപ്പോ അവര് വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കണം. ഒരു 10 മിനിറ്റുള്ളിൽ അവരെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ അവര് വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ടേബിളിൽ ഞങ്ങൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കും. നമ്മുടെ അതിഥികൾ എത്തിയിട്ടുണ്ട്. കിച്ചു ചേട്ടൻ ഇരിക്കുന്നത്, പിള്ളേര് പിന്നെ ചേച്ചി കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ഇവര് വന്നപ്പോഴേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. രാവിലെ തന്നെ ബ്രെഡും ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് സാധനം? കഴിച്ചിട്ടുണ്ടോ? ഞാൻ അതിനെ കുറിച്ച് പറയുന്നത് അതിന്റെ പേര് എനിക്ക് ഇപ്പോഴും കിട്ടൂല. സത്യം ഉണ്ടോ? അതെ, ലൈഫ് ഓഫ് അച്ചു അല്ലേ. അപ്പൊ ഈ അടുത്ത് തുടങ്ങിയത് കേട്ടോ. നല്ല അടിപൊളിയാണ്. ചേച്ചിയുടെ വോയിസും അമ്മച്ചിയുടെ വോയിസ് ഒക്കെ കേൾക്കാം അതിനകത്ത്. മെയിൻ ഓണർ ഇതാണ്, പക്ഷെ വോയിസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അഭിനയമില്ല. നമ്മുടെ അടുത്ത ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത ആൾക്കാരല്ല, മമ്മീന്റെ റോയൽ വന്നിട്ടുണ്ട്. അതെ, ഇവിടെ ഇപ്പൊ കേട്ടോ എല്ലാവരും ഉണ്ട്. കിച്ചേട്ടൻ അങ്ങോട്ട് പുറത്തോട്ട് പോയി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ മീനുണ്ട്, അതുപോലെ തന്നെ വിന്താലുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി മമ്മിയൊക്കെ വന്നിട്ട് കുറച്ച് നേരം പോയി. വന്നപ്പോഴേ സ്പെഷ്യൽ വന്നില്ല മമ്മി. എന്റെ ഫേവറേറ്റ് കരൾ കറി അടിപൊളിയായിട്ടുണ്ട്. ഇരിക്കാൻ വയ്യ, ഒരാളിവിടെ ഇരിപ്പുണ്ട്. അതാണ് ചേച്ചി കഴിക്കൂല. പിന്നെ ഏറ്റവും വലിയത് വന്നപ്പോ തന്നെ എനിക്ക് ചക്ക കിട്ടി, പഴുത്ത ചക്ക. അത് മെയിനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തല്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും ഭക്ഷണമൊക്കെ കിട്ടാൻ വന്നിട്ട് കുറച്ച് നേരം നൈസുവിന് ആകെ എന്ത് പറ്റി? ഐസുവിന് തളർന്നു, ഉറക്കമനുണ്ടാവും. ഓടി ഓടി തളർന്നു വെച്ച് ഒരു മൂഡ് ഓഫ് ഭക്ഷണം കഴിക്കാനായിട്ട്. ഞാൻ ചിക്കൻ കറി എടുത്തിട്ടില്ല, ബാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. കിച്ചണിൽ ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ട് ഇവിടെ രണ്ടുപേരും കൂടി. ചേച്ചിയും ഒക്കെ ഇട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ടാകും. ഞാനിപ്പോൾ ഓൾറെഡി ബീഫ് ഉണ്ടാലും കരളും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഫിനിഷാ
വിനീഷ് പാവട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടു. കിച്ചണം ധൈര്യമായി നോട്ടം. 2 ദിവസത്തെ പരിപാടിയായിരുന്നു വിനീഷയുടെ. മമ്മിയൊക്കെ ഭക്ഷണം കഴിച്ചത് അവിടെ നോയിലൊക്കെ അവിടെ അച്ഛമ്മയുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ചു. കറീന എല്ലാ അഭിപ്രായം പറഞ്ഞു. പിന്നെ ചിക്കൻ കറി ഇത്തിരി ഉപ്പ് വേണമായിരുന്നു പറഞ്ഞു. അത് നല്ല കാര്യം പിന്നെ ശ്രദ്ധിക്കാല്ലേ അല്ലേ. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നല്ലോ. പിന്നെ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കണം. നമ്മുടെ മമ്മിയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങണേ അല്ലേ. ഞാൻ ഐസ് ഉമ്മയൊക്കെ കൊടുക്കട്ടെ. ഞാൻ ഐസ് ഉമ്മ കൊടുക്കണ ആദ്യമായിട്ടാണ് ഒരാൾക്ക്. നോയിലൊക്കെ പോകാൻ വേണ്ടി പോണ മമ്മീനെ കൊണ്ടു ആക്കുമോ ഇല്ലെങ്കിൽ ഞാൻ എടുക്കണം. റോയൽ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്, ക്രിസ്മസ് അല്ലേ. അപ്പൊ ഇന്ന് നമ്മള് മമ്മിയൊക്കെ പോയിട്ട് മമ്മീനെ കുറച്ച് കഴിയുമ്പോൾ എടുത്തിട്ട് വന്നോട്ടാ. കിച്ചിച്ചാൻ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മുടെ റോഡ് ഫുഡ് കഴിക്കാൻ നടക്കണേട്ടാ. കഴിച്ച് ഇപ്പൊ കൊടുത്ത കഴിച്ചിട്ടുണ്ടല്ലോ. അത് അഭിനയിക്കണേ മമ്മി പോണേട്ടോ. റോണോന് ഭയങ്കര ഇഷ്ടമായി മമ്മീനെ. ഫുഡും കഴിക്കാൻ നടക്കണേ. ഇതേ കൊണ്ടോക്കോ. ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണേട്ടാ. അപ്പൊ ഒരുത്തർ ഉച്ചക്ക് കഴിച്ചിട്ടില്ല. ഉച്ചക്ക് ഇപ്പോഴാണ് അവരെ കിട്ടിയത്. കിച്ചണൊക്കെ രാത്രി ഇറങ്ങാൻ വേണ്ടി പോണേന്ന് പറഞ്ഞു. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് വേറെ പ്രോഗ്രാമിന് പോയിച്ച് ഇതുവരെ ഇല്ലാത്ത ഒരു തിരക്കും അല്ലേ. ഭയങ്കര ബ്ലോക്ക്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകട്ടെ. അച്ഛമ്മക്ക് ഒട്ടും നടക്കാൻ പറ്റൂല. അപ്പൊ ഞങ്ങൾ ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് ഇവര് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങും. ഇല്ലെങ്കിൽ പിന്നെ അഭിപ്രായം ഞാൻ കേട്ടില്ല. എന്റെ കറികൾ അത് പറയൂ. ധൈര്യമായിട്ടാണ് കിച്ചേട്ടൻ പറഞ്ഞത്. ഇനി എന്തെങ്കിലും പറഞ്ഞു ഇവിടെ തന്നില്ലെങ്കിലും എനിക്ക് ഞാൻ ബീഫ് ചാപ്സ് ആണ് കഴിക്കാൻ വേണ്ടി വന്നത്. ബീഫ് ചാപ്സ് എന്ന് പറഞ്ഞാൽ ഈ ബീഫ് എന്തായാലും കേട്ടോ പറഞ്ഞത്. മറ്റേ നമ്മളോടൊക്കെ ചാപ്സ് എന്ന് പറയുമ്പോൾ മറ്റേ വട്ടിങ്കറിലോ ആൾ ഉദ്ദേശിക്കുള്ള ആൾക്കാർ. പക്ഷെ മീൻകറിയാണ് എനിക്ക് പിടിച്ചത്. മീൻകറി ഉച്ചക്ക് ശരിക്കും കൂടുതൽ കഴിച്ചത് മീൻകറി കൂട്ടിയാണ്. വീടിന് ഇഷ്ടമായാ അപ്പൊ എന്തായാലും ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിക്കട്ടെ എല്ലാവരും കൂടി. കൊച്ചിന്റെ പറഞ്ഞല്ലോ റൈസ് എങ്ങനെയുണ്ട്. ചോറ് ചാറ് കുഴച്ച് തിന്നല്ലോ. അത് ഭയങ്കര ടേസ്റ്റ് ആണ്. അതാണ് ബീഫ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ അവര് പോണേ കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ യാത്ര. നൈസു ടാറ്റാ. ഹാപ്പി ക്രിസ്മസ്. അച്ഛമ്മയൊക്കെ ഇതിന്റെ അകത്താ. ഹാപ്പി ക്രിസ്മസ്. ഇനി ന്യൂ ഇയറിന് ഇങ്ങോട്ട് വരാമോ. അപ്പൊ വീട് അടച്ചിട്ടേക്കണേക്ക് ഇവിടെ ഉണ്ടാവൂലേ. ന്യൂ ഇയറിന് അവിടെ ഉണ്ട്. ഞങ്ങൾ എറണാകുളത്തുണ്ട്. അവിടെ അങ്കിളുടെ വീട്ടിലുണ്ട്. ബിരിയാണി കഴിക്കാൻ വന്നില്ല കഴിഞ്ഞ പ്രാവശ്യം. എല്ലാം കൂടി ആ ന്യൂ ഇയർ നോക്കാം. അങ്ങാടൊക്കെ ഓക്കെ ബൈ ബൈ. ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ അവര് പോയിട്ടോ ഗൈസ്. അവര് തിരിഞ്ഞു പോയി. അതുപോലെ ഇനി ക്രിസ്മസ് കഴിഞ്ഞ പിന്നെ എല്ലാവരും പോയി. അതെ എല്ലാവരും പോയി. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി. റോണോയും ഉണ്ട്. റോണോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് റോണോ ഇന്നൊരു സാധനം രാവിലെ 6 മണിക്ക് അവൻ ഓൾറെഡി 6 മണിക്ക് ബീഫ് കഴിച്ച്. പിന്നെ 9 മണിക്ക് അവൻ ബിസ്ക്കറ്റ് കഴിച്ച്. പിന്നെ എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അല്ലറ ഇല്ലറ സാധനങ്ങളൊക്കെ ആയിട്ട് കഴിച്ച്. ഉച്ചക്ക് പക്ഷെ കഴിച്ചില്ല. ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം ഞാൻ കറി വെച്ചപ്പോഴത്തേക്കേ കരളിന്റെയും ബീഫിന്റെയും മീനിന്റെയും വെക്കത്തിന്റെയും ചിക്കന്റെയും ഒക്കെ. അതല്ലേ അവര് പോകാൻ നിൽക്കണം നേരെ. അതുവരെ അവരുടെ മേത്തൊക്കെ കയറി ഓടിച്ചാടിയൊക്കെ നടന്ന ആളാണ്. അവര് പോകാൻ നേരത്തെ അവര് ഭയങ്കര വിശപ്പ്. ഇപ്പൊ പൊരിഞ്ഞ സീറ്റ് അവിടെ ഇരുന്നിട്ടില്ല നോക്കി. അവര് പോകാൻ ഒരു ബൈ ബൈ പോലും പറഞ്ഞില്ല. തിരിഞ്ഞു തല കൊമ്പിട്ട്. അപ്പൊ അതെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇത്ര ഉള്ളു. നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഗൈസ്. നമ്മുടെ ട്രീ എല്ലാം ഇങ്ങനെയായിരുന്നു. നമ്മളിവിടെ അവിടെയൊക്കെ നമ്മൾ കൊണ്ട് ലൈറ്റൊക്കെ ഇട്ട് എല്ലാം സെറ്റായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങളിത് ഉച്ചക്ക് ശേഷം ഞങ്ങളുടെ ഈ വീട് മാത്രമേ ഉണർന്നിരുന്നോളെന്ന് തോന്നുന്നുണ്ട്. ഉച്ചക്ക് അതായത് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി എല്ലാ വീട്ടിലും എല്ലാവരും ഫുഡൊക്കെ അടിച്ച് ഉറക്കുമായിരുന്ന എന്താണെന്നല്ല അവരൊക്കെ കൊണ്ടായില്ല അല്ലേ. ഇവിടെ ഒച്ചപ്പാടുകളോ ഇരുന്നത്. പിള്ളേര് പോയപ്പോഴത്തേക്കും ആകിയതാ. ഞാനിപ്പോ അവിടെ അകത്തൊന്നും അടിച്ചിട്ടുണ്ടിരിക്കണായിരുന്നു. കേക്കും കാര്യങ്ങളൊക്കെ അതല്ല ഇത് അതേ ഏറ്റവും ഫിറ്റ് എന്ന് പറയണത്. അതല്ലടാ ഇതിലെ ഏറ്റവും ഫിറ്റ് എന്ന് പറയണത് കുറെ നാൾ കൂടി നമ്മുടെ വീട്ടിൽ TV വെച്ച് അവര് വന്നു പറഞ്ഞു ഇത്രയും
ടൈം ഓണ വരെ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കണേക്കാളും മുമ്പ് വരെ ടി വി വർക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് TV കുറച്ച് നാളത്തേക്ക് കൂടി ഓണായി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ തന്നെ ടി വിയിൽ വെക്കാറില്ല. വല്ലപ്പോഴും ഓണാക്കി കഴിഞ്ഞാൽ യൂട്യൂബിൽ വെക്കുമ്പോഴത്തേക്കും അതല്ലേ വെക്കുമ്പോ അയ്യോ ഈ വീഡിയോ ഓണാണല്ലോ അല്ലേ, കണ്ടിട്ടില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് അതോടെ ഓണാക്കി വെക്കും. അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഞങ്ങള് എന്തായാലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അതെ, ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇനി വരാൻ പോകുന്നത് 2026. അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്നും ആശംസിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകളും നേർന്നുകൊണ്ട് ടാറ്റാ. ഇനി പുതിയ വീഡിയോ കാണാം.